ഹലോ നമസ്കാരം, എല്ലാവർക്കും അമ്മാളൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ബ്രെഡും മുട്ടയും വെച്ചിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അതിന് മുൻപ് എൻ്റെ ചാനൽ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഞാനിപ്പോൾ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ 2 മുട്ട വേണം, പിന്നെ 2 ഇഞ്ചിയുടെ ചെറിയ 2 കഷ്ണം എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 അല്ലി വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, ഒരു ക്യാരറ്റ്, പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്, പിന്നെ കുരുമുളക് പൊടി വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ഞാനിവിടെ ഒരു 6 കഷ്ണം ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ വലിയ ബ്രെഡാണെങ്കിൽ ഒരു 2 കൂടെ ഏറെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില, ക്യാരറ്റ് എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ മുട്ടയും അതുപോലെ ബ്രെഡും കൂടെ ചേർക്കുന്നത്. ബ്രെഡ് എടുത്തിട്ടുണ്ട്, അത് നമുക്ക് സ്ക്വയർ ടൈപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അരികു വശങ്ങൾ പൊട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. മെല്ലെ അത് കട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബാലൻസ് വരുന്ന ബ്രെഡ് നമ്മൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ കൂട്ടത്തിലേക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാ ബ്രെഡിൻ്റെയും ബാലൻസ് വരുന്നത് അതിലേക്ക് പൊടിച്ച് ചേർക്കുക. അതിലേക്കാണ് നമ്മൾ മുട്ടയും കൂടെ ചേർക്കുന്നത്. വലിയ ബ്രെഡാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് അത് കട്ട് ചെയ്യാനായിട്ട്. അതിപ്പോൾ വക്കൊക്കെ പൊട്ടുന്നതൊന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ ആയിരിക്കും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ എല്ലാ ബ്രെഡും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസിലേക്ക് നമ്മൾ ബ്രെഡും കൂടെ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 മുട്ടയും കൂടെ ചേർക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ 1/2 സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ എരിവും ഉപ്പും എല്ലാം കൂടെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ചൊരു തിക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെന്നില്ല, ഓപ്ഷണലാണ്. എണ്ണ ഒഴിച്ച് കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനത് പറയാൻ വിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ സ്ക്വയർ ടൈപ്പുള്ള ബ്രെഡ് വെച്ച് കൊടുക്കുക. അതിലേക്കാണ് നമ്മൾ ഈ ബാറ്റർ ഒഴിക്കുന്നത്. അപ്പോൾ അത് എല്ലാ വശവും ഒരുപോലെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഫ്ലെയിം ഒന്ന് മീഡിയം ആക്കി വയ്ക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു വശം നന്നായി മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് സൈഡൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഒന്ന് മറച്ചിട്ട് മതി. ഇതും കൂടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഫില്ലിങ്സൊക്കെ. അപ്പോൾ ഇത് നല്ലൊരു സ്നാക്കാണ്. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം. പിന്നെ ഇപ്പോൾ നോമ്പ് തുറക്കണൊക്കെ ടൈമിൽ നല്ലതാണ്, നല്ല ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.